ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് നോക്കുകയല്ല, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഇതിലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വാഗ്മയ ചിത്രമാണ്. കുട്ടിരാമമേനോൻ മാസ്റ്ററുടെയും ഗുരുദേവന്റെയും ഒക്കെ വാഗ്മയ ചിത്രങ്ങൾ പരിചയപ്പെട്ടല്ലോ. ലോകം മുഴുവൻ നന്മയുടെ പ്രകാശം പരത്തിയ മഹാനാണ് ഗാന്ധിജി. ലളിതമായ വേഷം, സൗമ്യഭാവം, ചിത്രവും സൂചനകളും ഉൾക്കൊണ്ട് ഗാന്ധിജിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ എന്താണ് വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്നതാണല്ലേ. അയാളുടെ വേഷം, അതുപോലെ തന്നെ അയാളുടെ ആ ഒരു ശൈലി എല്ലാം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എഴുതുന്നതാണ് വാഗ്മയ ചിത്രം. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. അത്തരത്തിലായിരിക്കണം വാഗ്മയ ചിത്രം എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു വാഗ്മയ ചിത്രം നോക്കാം. ലളിതമായ വേഷം, സൗമ്യമായ സംസാരം, ശരീരം തേജസ് തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിട്ടുണ്ട്. മുണ്ടനം ചെയ്ത ശിരസ്സും കണ്ണടയും കയ്യിൽ സദാസമയം കാണുന്ന വടിയും കണ്ടാൽ അദ്ദേഹം ഏതോ ദിവ്യപുരുഷനാണെന്ന് നമുക്ക് തോന്നും. ഇദ്ദേഹമാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബാപ്പുജി. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം നോക്കൂ, വിശകലന കുറിപ്പാണ്. ഈ വാർത്ത വായിക്കൂ. താഴെ ഒരു വാർത്ത തന്നിട്ടുണ്ട്. സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണം നൽകി ചെന്നൈക്കാരി സുപ്രിയ. തന്റെ സമ്പാദ്യക്കുടിക്ക് പൊട്ടിക്കുമ്പോൾ 2ാം ക്ലാസ്സുകാരി അനുപ്രിയയുടെ മനസ്സിൽ പ്രളയദുരിതം ബാധിക്കുന്ന കേരളം മാത്രമായിരുന്നു. 4 വർഷമായി സൈക്കിൾ വാങ്ങാനായി കൂട്ടിവെച്ച നാണയത്തുണ്ടുകൾ അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് 8 വയസ്സുകാരി പറഞ്ഞു, ഇത് കേരളത്തിന് കൊടുക്കാൻ പറഞ്ഞു. ഈ അനുഭവത്തെ അണ്ണാറക്കണ്ണനും തെന്നാലായത് എന്ന പഴഞ്ചൊല്ലിനെ മുൻനിർത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടി ചെയ്ത പ്രവൃത്തി എന്താണ്, ഈ ഒരു പഴഞ്ചൊല്ലിൽ പറയുന്നത് എന്താണ്, ഇത് രണ്ടും കൂടെയാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് കഴിയുന്ന പോലെ നാം മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ് ഈ ചൊല്ല്. ശ്രീരാമൻ സീതയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രീലങ്കയിലേക്ക് പാലം പണിയുവാൻ ഹനുമാന്റെ ചുമലിൽ കുരങ്ങന്മാരുടെ ഒരു സംഘത്തെ ഏൽപ്പിച്ചു. പണി പുരോഗമിക്കുന്നത് വിലയിരുത്താനും അനുമോദിക്കുവാനും ശ്രീരാമൻ രംഗത്ത് ചെന്നപ്പോൾ പാലം പണിയുവാൻ സഹായിക്കുന്ന ഒരു അണ്ണാൻകുഞ്ഞിനെ കണ്ടു. കേവലം ചെറിയ ഒരു ജീവിയായിരുന്നിട്ടും ഓരോ പ്രാവശ്യവും പുഴയിൽ പോയി ശരീരം നനയ്ക്കുകയും അനന്തരം മണ്ണിൽ ഉരുണ്ട് പാലത്തിൽ വന്ന് കുടഞ്ഞിടുകയും ചെയ്യുക വഴി പാലം പണിയാൻ തന്നാൽ കഴിവോളം ആ പാവം സുദ്രമമായി സഹായിച്ചു. ശ്രീരാമൻ സ്നേഹപൂർവ്വം പുറത്ത് തടവിയതിനാലാണ് ഇന്നും അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് പുറത്ത് കറുത്ത വരകൾ ഉള്ളത് എന്ന് ഐതിഹ്യം പറയുന്നു. ഇതുപോലെ തന്നെയാണ് 8 വയസ്സുകാരി അനുപ്രിയയും ചെയ്തത്. താൻ കൊടുക്കുന്ന പണം കുറവാണ്, അതിൽ പ്രയോജനമില്ല എന്നല്ല, മറിച്ച് അവളാൽ കഴിയുന്ന സഹായം എത്തിക്കാനാണ് അനുപ്രിയ പറഞ്ഞത്. ഏതു നിസ്സാരനും എളിയ എന്തെങ്കിലും സേവനം ചെയ്യാൻ കഴിയും എന്ന് സാരം. അഥവാ രണ്ടിൻ്റെയും സാരം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. കാരണം അണ്ണാറക്കണ്ണനും ചെയ്തത് എന്താണ്, തന്നാൽ കഴിയുന്ന സഹായമാണ്. ഈ അനുപ്രിയയും ചെയ്തത് അവളാൽ കഴിയുന്ന സഹായം തന്നെയാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കൂ. ആസ്വാദനക്കുറിപ്പാണ്. വൈകി വന്ന പൂവിന് പി മധുസൂദനൻ്റേതാണ്. പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിലൂടെ അറിഞ്ഞ കാര്യങ്ങളും കവിതയിലെ ആശയവും പരിശോധിച്ച് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്, പി മധുസൂദനൻ്റെ വൈകി വന്ന പൂവിന് എന്ന കവിതയാണ്. വൈകി വന്ന പൂവിനെൻ്റെ കണ്ണുകൊണ്ടൊരുമ്മ, കണ്ണുനീരണഞ്ഞു നിൽക്കെയുള്ളൊരു ചുട്ടൊരുമ്മ, നീ എനിക്ക് സുന്ദരി അത്രമേൽ പ്രിയങ്കരി, ഉണ്ടു ദുഃഖമെങ്കിലും നിറഞ്ഞു പുഞ്ചിരിപ്പൂ നീ, നിൻ സുഗന്ധം ഇവിടെയൊക്കെ നീ വിതക്കുക, നിൻ വെളിച്ച മൂലകിനാകെ നീ കൊടുക്കുക, നീ എനിക്ക് സുന്ദരി അത്രമേൽ പ്രിയങ്കരി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? ഇവിടെ ആരുടെ കവിതയാണ്, പി മധുസൂദനൻ നായരുടെ വൈകി വന്ന പൂവിനി എന്ന കവിതാ സമാഹാരത്തിൽ ഏതാനും ചില വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മാതൃത്വത്തിന്റെ അഗാധമായ സ്നേഹത്തെയാണ് കവി വരികളിലൂടെ കാട്ടാൻ ശ്രമിക്കുന്നത്. വൈകി വന്ന പൂവിന് കണ്ണുകൊണ്ട് ഒരു ഉമ്മ കൊടുക്കുകയും കണ്ണുനീരണിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഉള്ളുനീറിക്കൊണ്ട് വൈകി വന്ന പൂവിന് ഉമ്മ കൊടുത്തതായിട്ടാണ് കവി പറയുന്നു. ഇനി എനിക്ക് സുന്ദരിയാണെന്നും അത്രമേൽ എനിക്ക് പ്രിയങ്കരിയാണെന്നും നിനക്ക് ദുഃഖമുണ്ടെന്ന് എനിക്കറിയാമെന്നും അമ്മ പറയുന്നു. എങ്കിലും നീ പുഞ്ചിരിക്കണം എന്നും നിന്റെ സുഗന്ധം എല്ലായിടത്തും വീശണമെന്നും പ്രപഞ്ചത്തിന് നീ വെളിച്ചം നൽകണമെന്നും ഇവിടെ അമ്മ പറയുന്നു. ഒരു അമ്മ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പൂവിനോട് എന്ന വണ്ണം കവിയുടെ അവതരിപ്പിക്കുന്നു. പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പഠിച്ചത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മൾ അവിടെയും പഠിച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ രണ്ടിൻ്റെയും ഏകദേശം അർത്ഥം എന്ന് പറയുന്നത് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ സെയിം അർത്ഥം തന്നെയാണ്. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. ലഘു ഉപന്യാസമാണ്. യാതൊരു ഭേദഭാവവുമില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ അബ്ദുറഹിമാൻ സാഹിബ് ശ്രീനാരായണ ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നു. കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള പല നന്മകളും നാം കാണുകയുണ്ടായി. ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷയ്ക്കെത്തുന്നവർ, മക്കളുടെ വിവാഹത്തിന് നീക്കിവെച്ച പണം നൽകിയവർ, സമ്പാദിക്കൊടുക്ക അപ്പാടെ കേൾപ്പിക്കുന്ന കുട്ടികൾ, ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ സഹായിക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ആരാധനാലയങ്ങൾ, അങ്ങനെ എത്രയോ കാഴ്ചകൾ. ഇവരും പ്രകാശം പരത്തുന്നവരല്ലേ? പ്രകാശം പരത്തുന്നവർ എന്ന പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യ സ്നേഹം, അനീതികളെ എതിർക്കൽ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി അതിരില്ലാത്ത സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കണം. അപ്പോൾ വിഷയം നമുക്ക് കിട്ടി അതിരില്ലാത്ത സ്നേഹമാണെന്ന്. നമ്മൾ പഠിച്ച പാഠഭാഗവും അതുപോലെ തന്നെ പ്രളയ സമയത്തുണ്ടായ ആ ഒരു മനുഷ്യൻ്റെ നന്മയും സ്നേഹവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നത് പരസ്പര സ്നേഹത്തിലൂടെയാണ്. സ്നേഹമാണ് ജീവിതത്തിന് അടിസ്ഥാനം. സ്നേഹം ഇല്ല എങ്കിൽ ജീവിതം തകർന്നു പോകും. പലതരത്തിലുള്ള സ്നേഹമുണ്ട്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം, സഹപാഠികൾ തമ്മിലുള്ള സ്നേഹം, അങ്ങനെ സ്നേഹം നീളുന്നു. കുടുംബങ്ങളുടെയും ബന്ധങ്ങളുടെയും നിലനിൽപ്പിനും കെട്ടുറപ്പിനും പരസ്പര സ്നേഹം അത്യന്താപേക്ഷിതമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് സ്നേഹം ഉണ്ടായതാണ്. നമ്മൾ അഗതികളോടും പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരും കാരുണ്യം കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണം. ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വൃദ്ധസദനങ്ങളാണ്. നാം ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. പാവന സ്നേഹത്തിൻ്റെ പാട്ടുപാടുവാനിൻ്റെ നാവനങ്ങുന്നു തരഗംഭീര നാദത്തോടെ എന്ന ഉള്ളൂർ എസ് പരമേശ്വരയുടെ വരികൾ ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നതും എന്താണ് സ്നേഹം, എന്താണ് അതിരില്ലാത്ത സ്നേഹം എന്നതാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം നോക്കൂ. ലഘു കുറിപ്പാണ്. അബ്ദുറഹ്മാൻ സാഹിബിനെ കുട്ടിരാമൻ മേനോൻ മാസ്റ്റർ വിശേഷിപ്പിച്ച വരികളാണിവ. മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതയിലെ ആശയത്തെ മുൻനിർത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കാം? മരണമില്ലാത്ത മനുഷ്യൻ, ധീരപ്രതിജ്ഞ, വീരൻ എന്നീ വാക്കുകളാണ് അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാൻ കവി ഉപയോഗിച്ചിട്ടുള്ളത്. ധീരതയുടെയും കർമ്മശേഷിയുടെയും പ്രതിരൂപം എന്ന് കേരളം വാഴ്ത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ ഓർമ്മ മലയാളികൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് കവി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ ദൈവിക വചനങ്ങൾ എന്നാണ് കവി പറയുന്നത്. മനുഷ്യസ്നേഹം നിറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈശ്വര തുല്യമാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായി പൊരുതിയ വീരനും ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ കേരളീയയും സ്വാധീനിച്ച ബുദ്ധിശാലിയുമായിരുന്നു അദ്ദേഹം. അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട് ഇപ്പോൾ കഥാപാത്ര നിരൂപണമോ അല്ലെങ്കിൽ കുറിപ്പോ ലഘു കുറിപ്പോ എന്തെങ്കിലും എഴുതാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാം. ഇനി അടുത്തതൊരു ഉപന്യാസമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നും എല്ലാവരോടും ഒരേപോലെ കാണണമെന്നുമാണ് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ പ്രളയകാലത്ത് അത് നാം പരസ്പരം സഹായിച്ചതുകൊണ്ടാണല്ലോ ദുരിതത്തിൻ്റെ ഭീകരത ഇത്രയും കുറയ്ക്കാനായത്. ഈ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്കുള്ള പ്രാധാന്യത്തെ പറ്റി ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയതും ഇതേ ഒരു സെയിം ടോപ്പിക്കാണ്. അവിടെ നമ്മൾ അതിരില്ലാത്ത സ്നേഹം എന്നതാണ് നമ്മുടെ വിഷയമുണ്ടായിരുന്നത്. ഇവിടെയും ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ രണ്ട് ആശയങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതണം. മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും. ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല, അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നു. ഇതായിരുന്നു മനുഷ്യ നന്മയെ പറ്റിയുള്ള ഗുരുദേവന്റെ അഭിപ്രായങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ജീവചരിത്ര കുറിപ്പാണ്. ഒളപ്പമണ്ണയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒളപ്പമണ്ണയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
അപ്പോൾ എന്താണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് ഹെഡിങ് കൊടുക്കാം. 1923 ജനുവരി 10 പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയിൽ ജനിച്ചു. പിതാവ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മാതാവ് ദേവസേന അന്തർജനം. വളരെ ചെറുതിലെ തന്നെ സംസ്കൃതത്തിലും വേദങ്ങളിലും അവഗാഹം തേടിയ ബാലനായിരുന്നു ഒളപ്പമണ്ണ. വിവിധയിടങ്ങളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം തന്റെ പ്രവർത്തന മണ്ഡലം അദ്ദേഹം വിപുലീകരിച്ചു. കവിതാരചനയിൽ താല്പര്യമുണ്ടായിരുന്ന ഒളപ്പമണ്ണ വള്ളുവനാട് ഗ്രാമജീവിതത്തിന്റെ തന്റെ തൂലികയിൽ കവിതകളായി സ്വീകരിച്ചു. 1942 ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചു. 21 കാവ്യസംഹാരങ്ങൾ രചിച്ചു. വേലാനത്തീത്തൈലം, പാഞ്ചാലി കവിത അമ്പ എന്ന ആട്ടക്കഥ, ജാലകപക്ഷി, നെങ്ങേമിക്കുട്ടി എന്നിവയൊക്കെയായിരുന്നു പ്രസിദ്ധമായ കവിതകൾ. നെങ്ങേമിക്കുട്ടിയെക്കുറിച്ച് പ്രസിദ്ധ നിരൂപക ഡോക്ടർ എം ലീലാവതി ഇങ്ങനെ കുറിച്ചു: എല്ലായ്പ്പോഴും ദുഃഖിക്കുന്നവരോടൊപ്പം ഈ കവി നിലയുറപ്പിച്ചത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ തുല്യാവകാശം ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി. മനുഷ്യരുടെ കണ്ണീരിനൊപ്പം എപ്പോഴും സഞ്ചരിച്ച കവിയായിരുന്നു ഒളപ്പമണ്ണ. 1988 അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ആശാസ്മാരക പുരസ്കാരം, ഉള്ളൂർ അവാർഡ് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2000 ഏപ്രിൽ 11 അലിവിനെക്കുറിച്ചും അറിവിനെക്കുറിച്ചും നിരന്തരം പാടിയ ആ കവി നമ്മോട് വിട പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒളപ്പമണ്ണയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നിങ്ങളൊരു ജീവചരിത്രക്കുറിപ്പ് ഇതുപോലെയാണ് എഴുതി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല അടുത്ത കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് എക്സാം എഴുതാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.